ജോസേ ദേ അവൻ മറ്റവൻ അൻവർ ഷെരീഫ്. അൻവറോ? ആ ചെക്കന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ആ ചെക്കനും ഉണ്ട്. കല്യാണം അലമ്പാക്കാനുള്ള പരിപാടിയാണ് പിടിച്ച് പൊട്ടിച്ചാലോ? എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അറിയിക്കും. ദേ പഠിക്കാൻ കൊണ്ട് കല ഉടക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അൻവറല്ലേ? ഞാൻ ജോസ് പീറ്റർ, മനുവിൻ്റെ സുഹൃത്താ. പിന്നെ കൊളീഗ് എന്നൊക്കെ പറയും. ഒന്ന് വരുമോ? ഒരു കാര്യം സംസാരിക്കാനാ. വരൂ. ആ അപ്പോൾ എങ്ങനെയാന്ന് പറ, ഒന്ന് ഒഴിക്കട്ടെ. എന്തിനാ അനിയ, നീ ഇവിടെ വന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളാങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഒന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാ നിങ്ങളുടെ ഘട്ടം വരുന്നുണ്ടേ. അളിയ കട്ടച്ചായ മാത്രമേ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു കല്യാണ തലേന്ന് ഞാനും ഒരു വീട്ടിൽ കയറി ചെന്നതാ. അൻവറിനെ അറിയോ? ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി എൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് ചെക്കനെ കെട്ടാൻ തയ്യാറായി. അതറിഞ്ഞ് അലമ്പുണ്ടാക്കാൻ തന്നെയാണ് ഞാൻ ചെന്നത്. ഒരു ബലത്തിന് 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ആ പെൺകുച്ചിനെ എനിക്ക് എന്നെ കെട്ടിച്ചു തന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. ഉള്ള സമാധാനം കൂടെ പോയി. ഒരിക്കലും ഉപേക്ഷിച്ചു പോയ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കിയുണ്ടാവും. ഞങ്ങൾ തമ്മിൽ സ്ഥിരം അടിയായി, വഴക്കായി. സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം അവള് ഫാനിൽ കേട്ടു തൂങ്ങി. എടാ, നമ്മളെ വേണ്ടാത്തവരെന്തിനാണ് നമുക്ക്? വിട്ടുകളാ, നീ ചെറിയ പ്രായമില്ലേ, ജീവിതം എത്ര ബാക്കി കിടക്കുന്നു. അടി. നിങ്ങൾ പറഞ്ഞ ശരിയാ. നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. ജോസ് ചായൻ്റെ ആദ്യ ഭാര്യ മരിച്ച വിവരം എനിക്കറിയില്ലായിരുന്നു. ഇത്രയും സങ്കടം ഉണ്ടായിട്ടും ജോസ് ചായൻ എന്തെൻ്റെ അടുത്തൊന്നും പറയാറുന്നത്? എൻ്റെ പൊന്നമ്പടി ആര് ഭരിച്ച്? ഞാൻ ചുമ്മാ അവനെ ഒതുക്കാൻ വേണ്ടി വായിൽ വന്നൊരു കഥ പറഞ്ഞല്ലേ. ഒഴിക്കട്ടെ? ഒഴിക്കേ. എന്തു പറഞ്ഞവൻ പോയാ? എടാ, അവനൊരു പാവം ചെക്കനാ. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നത്തിനും വരത്തില്ല. നീ അകത്തേല് അന്വേഷിച്ചു. വിട്ടോ വിട്ടോ വിട്ടോ. ഒരെണ്ണം അടിച്ചിട്ട് പോട്ടെ. വേണ്ട. ഹലോ, മഹേഷ് ചേട്ടാ. എനിക്ക് മനസ്സിലായി. അമ്മയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. ചേട്ടൻ കാത്തിരിക്കണം ഞാൻ പറഞ്ഞല്ലേ. ഫോൺ വെക്ക്, ഇറങ്ങാൻ സമയായി. അമ്മേ ഒരു സെക്കൻഡ്. ജോർജ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ലാസ്റ്റ് മിനിറ്റില്ലേ, എന്താ ചെയ്യാ, പറ്റില്ല. അവിടെ ബസ്സെല്ലാം റെഡി ആയിട്ടുണ്ടേ. ഇറങ്ങണ്ടേ? സ്വീകരണം കുറച്ച് നേരത്തെ ആക്കണം. ഞാൻ വഞ്ചിപ്പാട്ടുകാരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിയോ. മാളു എവിടെ? മാളു, നീ അവരുടെ കൂടെ കയറിക്കോ. അല്ല ചേച്ചിക്ക് വന്നോളൂ, നീ പൊക്കെ. ഇന്നിപ്പോ എന്താ പറയണ, ഞാൻ ഇവിടെ ഇറങ്ങി വരണം എന്നാണോ? മീര ഫോൺ വെക്കേ. ഒരു മിനിറ്റ്. എന്താ ചെയ്യുന്നത് നീ? എന്താ നീ എന്താ പൊട്ടം കളിക്കാണോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണോ നിന്റെ വിചാരം? നിനക്ക് ഏതൊരു ഡിസ്നീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ കൂട്ടി കല്യാണം ഉറപ്പിക്കാൻ പോയവനാണ് ഞാൻ. ഈ അൻവർ ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്റെ ലിസ്റ്റിൽ അങ്ങനെ കുറെ പേരുണ്ടെന്ന് അറിയാം.
അതിലേതെങ്കിലും ഒരുത്തനെ വിളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തി തന്നേനെ. അതൊന്നുമല്ലോ നിന്റെ ഉദ്ദേശം. ഇന്ന് ഈ കല്യാണ ദിവസം ഈ കോലത്തിൽ നീ ഫോണും പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴേ നീ എന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഒപ്പം വളർന്ന പെങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ ദിവസം നിന്നോടിങ്ങനെ മിണ്ടേണ്ടി വന്നത് ഇതെന്റെ അവസ്ഥയാണ്. അച്ഛൻ്റെ ഫോട്ടോ പോയി ദക്ഷിണ വയ്ക്കും. കല്യാണത്തിന് ഞാൻ വരാം. വരണമല്ലോ. മനുട അൻവർ അവിടെ അല്ല, ഇവിടെ ഇവിടെ ഇവിടെ. പക്ഷെ വിട്ടുകളയില്ല. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. എന്നെ വെറും ഒരു ഊളയാക്കിയിട്ട് അങ്ങനെ എളുപ്പത്തിൽ അവളങ്ങ് പോയാലേ മുമ്പേ പറഞ്ഞ പോലെ ബാക്കി കിടക്കുന്ന ജീവിതത്തിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അപ്പം നാളെ കാണാം. കർത്താവ് പടക്കുകളടുത്ത് പണം നട്ട് വെച്ചിരിക്കണല്ലോ. അതെ, അവരങ്ങനെ ഇരുത്തരുത്. ഡിസ്നിയുടെ കാര്യം അൻവറിന്റെ കാര്യം ഡിസ്നിക്ക് അറിഞ്ഞൂടാ. നീ അവരുടെ ഇടയിൽ ഒരുത്തനെ കൊണ്ടുവന്ന് ഇരുത്തണം. അവരെ ഒന്ന് സംസാരിക്കരുത്, അത് പ്രശ്നം. ആ ലേറ്റ് ആയല്ലോ. വാ വാ വാ. ആ വാ. ചേച്ചി അവിടെ ഇരുന്നോ. ആ അവിടെ. കാല് മാറ്റോ. അടക്കന്നിരിക്കണേ. ആ അവിടെ ഇരുന്നോ, അനങ്ങരുതേ. എടാ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? അന്ന് ആലോചനട്ട് വന്നിട്ടില്ലേ ആ ബാങ്കിലെ ശ്രീശങ്കരാണ്.
വിളിച്ചായിരുന്നു. മോൻ ചെക്കൻ്റെ കൂട്ടരോ പെണ്ണിൻ്റെ കൂട്ടരോ? കേട്ടോ, ഒരു ഇറ്റലിക്കാരന്റെ ആലോചന ഉണ്ടായി. സിനിമാ നടൻ അനൂപ് മേനോന്റെ ബ്രദർ ഇൻ ലോന്റെ. ജനാർദ്ദൻ നായരെ, അതെ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പയ്യനെ കൂടെ തന്നെ മതി. ചേട്ടാ, എന്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പയ്യൻ ആരാ? എന്താ? ഒന്നുമില്ല. വന്ന് നിക്ക്. അവനവിടെ ചേട്ടനോട് പറഞ്ഞിട്ടോ. ആ പാത്രം കൊണ്ടങ്ങോട്ട് വെച്ചേ. പോ 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 പോ. ചേട്ടാ, ചേട്ടൻ എന്നോട് ഒരിക്കലും മിണ്ടൂല. What a family. ബ്രദറുമായിട്ട് ഭയങ്കര ബോണ്ടാണല്ലേ തോന്നി? അടാ, ഒരു പണിയാ, ഞാനിപ്പോ പപ്പടം കഴിച്ചോളാം. ജോസേട്ടാ, ഒന്നേ അത് കണ്ടോ ചേട്ടാ? ഇച്ചിരി ചോറ് സാമ്പാർ. ആ ഇരിക്കുന്ന ബിജിക്കുട്ടനും ഇവിടുത്തെ മീരക്കൊച്ചും തമ്മിലേ കഴിഞ്ഞ 4 വർഷമായിട്ട് പ്രേമത്തിലായിരുന്നു. അമ്മേ, ദേ ചേട്ടൻ ഇവിടെ ഉണ്ട്.
അയ്യേ ദേ ചേട്ടൻ കരയുന്നു. എന്റെ ചേട്ടാ, ചേട്ടൻ എത്ര പാവമായി പോയല്ലോ. ചേച്ചി പോയപ്പോ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോഴാ നമ്മുടെ കുടുംബത്തിന്റെ ബോണ്ടിങ് എനിക്ക് മനസ്സിലായത്. ഇനി നോക്കിക്കോ, ചേച്ചിയായിരിക്കും എന്റെ റോൾ മോഡൽ. പാല് മീരെ, ഇന്നു മുതൽ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുകയല്ലേ? അപ്പോ നമ്മൾ തമ്മിൽ ഇനി രഹസ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് മീരയോട് കുറച്ച് കുറ്റസമ്മതങ്ങൾ നടത്താനുണ്ട്.